വിശുദ്ധ ക്ലാരയുടെ ജീവിതത്തിൽ സംഭവിച്ച ദിവ്യകാരുണ്യ അത്ഭുതം. ഇറ്റലിയിൽ 1240 സംഭവിച്ച ലോകത്തിലെ എല്ലാ ശക്തികളും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിഷ്പ്രഭമാണ് എന്ന് തെളിയിക്കുന്ന ദിവ്യകാരുണ്യ അത്ഭുതം. ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് അറേബ്യൻ പടയാളികൾ അസീസിയിലുള്ള വിശുദ്ധ ക്ലാരയുടെ മഠം തകർക്കുന്നതിന് വേണ്ടി തമ്പടിച്ചു. അവർ തേനീച്ചകളെ പോലെ വലിയൊരു കൂട്ടമായിരുന്നു. അവർ അവിടെയുള്ള നഗരങ്ങൾ പിടിച്ചടക്കുകയും സർവ്വതും നശിപ്പിക്കുകയും ചെയ്തു. പടയാളികൾ വിശുദ്ധ ക്ലാരയുടെ മഠം തകർത്ത് അകത്തു കയറാൻ ശ്രമിച്ചു. അപ്പോൾ വിശുദ്ധ ക്ലാര സക്രാരിയിൽ നിന്ന് ദിവ്യകാരുണ്യമെടുത്ത് അവർക്ക് നേരെ ഉയർത്തി. അവർ എന്തോ കണ്ട് ഭയപ്പെട്ടു എന്ന പോലെ അവിടെ നിന്ന് ഓടിപ്പോയി. അങ്ങനെ പടയാളികളുടെ ആക്രമണത്തിൽ നിന്ന് വിശുദ്ധ ക്ലാരയെയും മറ്റ് കന്യാസ്ത്രീകളെയും കോൺവെന്റിനെയും ദിവ്യകാരുണ്യം രക്ഷിച്ചു. വിശുദ്ധ ക്ലാരയ്ക്ക് ഈശോ ഞാൻ എപ്പോഴും നിങ്ങളെ സംരക്ഷിക്കും എന്ന് ഉറപ്പ് നൽകി. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഈ നഗരത്തെ കൂടി സംരക്ഷിക്കണം എന്ന ക്ലാര പുണ്യവതിയുടെ അഭ്യർത്ഥനയും ഈശോയ്ക്ക് സ്വീകാര്യമായി. സന്യാസികളുടെ ഉറച്ച വിശ്വാസവും ധൈര്യവും ആക്രോശിച്ചുകൊണ്ട് പാഞ്ഞെടുത്ത ശത്രുക്കളെ നിഷ്പ്രഭമാക്കി. അവർ പിന്തിരിഞ്ഞോടി. ഈ അത്ഭുതം ദിവ്യകാരുണ്യത്തിൽ ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്നതാണ്. ദിവ്യകാരുണ്യ അത്ഭുതത്തിലൂടെ തിന്മയുടെ നാരകീയ ശക്തികളെ എതിർത്തു നിൽക്കുവാൻ സന്യാസികളെ സഹായിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സർവ്വലോകത്തിലും അങ്ങയുടെ ദിവ്യകാരുണ്യ ഭക്തി പ്രചരിക്കുന്നതിന് ഇടയാക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.